എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് നെല്ലിക്ക തൊക്ക് ഞാനിത് ആവി കയറ്റി വെച്ചിരിക്കുക കേട്ടോ. ഇതിനെ നമ്മൾ എടുക്കണം, കുരു കളഞ്ഞിട്ട് എടുക്കണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു കഷ്ണം ശർക്കര, പിന്നെ അതിനാവശ്യമുള്ളത് മുളക് പൊടി, പിന്നെ വറുത്ത് പൊടിക്കാൻ കുറച്ച് കൊത്തമല്ലി, പിന്നെ എന്താ പറയുക, ഉലുവ, കടുക്, പിന്നെ ഇത് കായപ്പൊടി, മുളക് പൊടി, പിന്നെ നമുക്ക് നല്ലെണ്ണ, പിന്നെ ഉപ്പ്. സ്റ്റാർട്ട് ചെയ്യാം. ഈ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ, അത് മറന്നു. ആദ്യം നമുക്ക് അടുപ്പത്ത് പാത്രം വെച്ചിട്ട് നമുക്ക് ഇതിനെ മൂന്നിനെയും വറുത്തെടുക്കാം. ഏതിനെയൊക്കെ? കടുക്, വെന്തയം, പിന്നെ കൊത്തമല്ലി. ഓക്കെ, ഇതിനെ പൊടിയാക്കാനുള്ളത്. ഇതൊന്ന് പൊരിയുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, ഇത് നമുക്ക് പൊടിക്കാനുള്ളതാട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് പൊരിഞ്ഞു വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ നെല്ലിക്ക, ആവി കയറ്റിയ നെല്ലിക്ക കുരു കളഞ്ഞ് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം. ഓക്കെ, ചെറിയ ജാറുണ്ടല്ലോ, അതിലടിച്ചെടുക്കും. അപ്പം നെല്ലിക്ക അരച്ചിത്തറുണ്ട്. പിന്നെ നമ്മുടെ പൊടിച്ചത് ഇപ്പം മുഴുവനായിട്ട് നല്ലോണം പൊടിക്കണം. അപ്പം ഇത് കുറച്ചായതുകൊണ്ട് ഇങ്ങനെ പൊടിയുന്നുണ്ട്. ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള 2 സ്പൂണ്, വലിയ സ്പൂണ് മുളക് പൊടിയും കായും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്നിച്ച് പൊടിക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല പൊടിയും. ഓക്കെ, കുറച്ച് മുളക് പൊടി, കായപ്പൊടി ഇട്ട് എല്ലാം കൂടി പൊടിച്ചു കൊണ്ടുവരാം. ഓക്കെ, നല്ല പൊടിയാണ്. ലാസ്റ്റ് 2-3 സ്പൂൺ വേണം കേട്ടോ. എന്നാലേ അതൊന്ന് നന്നായിട്ട് എണ്ണയിൽ നല്ല വഴറ്റണം. ഓക്കെ, ഇപ്പം നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ആദ്യം അതൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഈ അരച്ച കൂട്ടി ചേർക്കാം. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര ചേർത്തു. കുറച്ചധികം വേണം, എന്താ വെച്ചാൽ പുളിയും വരുന്നുണ്ട്. കുറച്ച് അതൊന്ന് ബാലൻസ് ചെയ്യാൻ നമ്മളൊരു കഷ്ണം വെല്ലം ഇടുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിന് ഒരു 2 സ്പൂൺ ഇട്ടു. ഓക്കെ, കുറച്ച് ദിവസത്തേക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എണ്ണ കിട്ടണം കേട്ടോ. നമ്മളിപ്പോൾ ആർക്കും കൊടുത്തു വിടാനൊക്കെ ആണെങ്കിലേ എണ്ണ ജാസ്തി ഒഴിക്കണം. ഇതിപ്പോൾ നമ്മൾ വേഗം കഴിയും, അതുകൊണ്ടാണ്. പിന്നെ പുളിവെള്ളം ഒഴിച്ചു. നമ്മൾ കടുകും പിന്നെ കൊറിയാൻഡർ മുഴുവനായിട്ടുള്ളതും ഉലുവയും കൂടി പൊടിച്ചതും കൂടി ഇട്ടു. ഒരു കഷ്ണം വെള്ളം ഇട്ടിട്ട് അങ്ങനെ അടച്ച് വെക്കും. എണ്ണ തെളിയുന്ന വരെ നമുക്ക് അങ്ങനെ അടച്ച് വെക്കണം. എന്നിട്ട് ഞാൻ എണ്ണ തെളിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ പച്ച ചൊവയൊക്കെ പോണ്ടേ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല. ഇതിപ്പോൾ നമുക്ക് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ചപ്പാത്തിക്കോ ചോറിനൊക്കെ എടുക്കാം. ഓക്കെ, എല്ലാവരും നല്ലതുമാണ്. നെല്ലിക്ക നല്ലതാണല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.